നമസ്തേ, പ്രീഡാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാക്കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ. വേറെ ഒന്നും ആവശ്യമില്ല, അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നാട്ടിലൊക്കെ ഉള്ള വെളുത്ത മൂവാണ്ടൻ മാങ്ങയാണ്. ഈ മാങ്ങയ്ക്ക് ഒരുപാട് പുളിയില്ല, എന്നാൽ ആവശ്യത്തിന് പുളി ഉണ്ട്. ഇനി നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ മുഴുവനായിട്ടും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കൂടുതൽ കറി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മാങ്ങ എടുത്തോളൂ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ഈ കറിയിലേക്ക് ആവശ്യമില്ല, കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് അധികം എരിവൊന്നുമില്ല, കാണുന്ന വലിപ്പമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു അല്ലി വെളുത്തുള്ളി അല്ലിയും, വലുതാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. 2 തണ്ട് കറിവേപ്പിലയും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തുള്ള ഒരു ഇടികല്ലെടുക്കുക. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം ഈ കടുകൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. നമുക്ക് ഈ കടുക് പുറത്ത് പോവാതെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബ, നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന കറിയൊക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബല്ലേ, അതുപോലെ ഹോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നാൽ കടുകൊന്നും പുറത്തേക്ക് തെറിച്ച് പോവില്ല. ഇപ്പം കടുക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇതുണ്ടല്ലേ, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ആ മാങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നു. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചു വെച്ച കടുകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ അവിടെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, അത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച ആ 2 തണ്ട് കറിവേപ്പില ഉണ്ടല്ലോ, അതൊന്ന് ഊരിയിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ പിച്ചിടുമ്പോഴാണ് കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ ആ കറിയിൽ നന്നായിട്ട് ഇറങ്ങി വരിക. അപ്പോൾ ഇതുപോലെ ഒന്ന് പിച്ചിടുക. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണതാവും നല്ലത്. കാരണം സ്പൂൺ കൊണ്ടൊന്നാവുമ്പോൾ ഒരുപോലെ മാങ്ങയിലേക്ക് ഈ പൊടികളൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടി ആവണമെന്ന് നിർബന്ധമില്ല. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇത് ടേബിൾ സ്പൂണിലാണ്, അതുകൊണ്ടാണ് ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില കഴുകിയതും കൂടി ഒന്ന് ഊരിയിട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 2-3 വറ്റൽമുളക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കടുകും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ടൈമൊന്നും വേണ്ട, മാങ്ങ കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മാങ്ങ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള പാൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് തേങ്ങയുടെ പാലെടുത്താലും മതി. ഇനി പാലെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തോളൂ. പക്ഷേ ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കരുത്, കുറച്ച് തേങ്ങയാണ് അരച്ച് ചേർക്കാൻ പാടുള്ളൂ. തേങ്ങാപ്പാലിൽ കറി ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തിളച്ച വെള്ളം കെറ്റില്ല എന്ന് വിചാരിച്ച് തിളച്ച വെള്ളമല്ല, ഇളം ചുടുവെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൊടി കട്ട പിടിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇളം ചുടുവെള്ളം ഒഴിച്ചിട്ട് നേരെ ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും.
മാങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഇപ്പം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചേന്നില്ലേ. ഇനി ഈ മാങ്ങ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉടച്ച് ചേർക്കണ്ട, എന്നാലും ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് ചേർക്കാം. ഇപ്പം മാങ്ങയൊക്കെ ആവശ്യത്തിന് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കലക്കി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ ബൗളിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ കറി ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2-3 തിളപ്പിച്ചെടുക്കുക. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല കൊഴുത്ത കറിയായിട്ടുണ്ട്. ഇത്രയ്ക്ക് തിക്നെസ് മതി. ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, ഇതുപോലെ തിക്കായിട്ടുള്ള കറിയാണ്. പിന്നെ ചോറുണ്ണാൻ ഒരുപാട് കറിയുടെ ആവശ്യമില്ല, കുറച്ച് കറി മതി നമുക്ക് ചോറുണ്ണാൻ. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഊരിയിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ വറുത്തിടേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങാക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.